എയ്ഡ്സിന് കാരണമാകുന്നത് എന്താണ്? ഉത്തരം HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 1. എയ്ഡ്സ് രോഗം നിർണയിക്കുന്നതിനുള്ള പ്രാഥമിക ടെസ്റ്റ് ഏതാണ്? ഉത്തരം എലിസ ടെസ്റ്റ്. എയ്ഡ്സ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവസ്ഥയെയാണ്? ഉത്തരം രോഗപ്രതിരോധ ശേഷിയെ. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മെയ് 18. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം വിഷ്വൽ എയ്ഡ്സ്. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ട്രാഫിക് അടയാളം തിരിച്ചറിയുക. ഉത്തരം യു ടേൺ പാടില്ല. ട്രാഫിക് അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 6 ട്രാഫിക് അടയാളങ്ങളും ഒന്ന് ഓർത്ത് വയ്ക്കൂ കേട്ടോ. ആദ്യത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോപ്പ്, നിർത്തുക. രണ്ടാമത്തേത് ഗീവ് എവേ. മൂന്നാമത്തേത് വൺ വേ ആണ്, ഒരു സൈഡിലേക്ക് മാത്രമേ പോകാൻ പാടൂ എന്ന് കാണിക്കുന്നതാണ് വൺ വേ. നാലാമത്തേത് റൈറ്റ് ടേൺ പ്രോഹിബിറ്റഡ്, അതായത് വലതുവശത്തേക്ക് തിരിയാൻ പാടില്ല. റൈറ്റ് പറഞ്ഞെന്താ? വലത്. സോ വലതുവശത്തേക്ക് ടേൺ ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തേത് ലെഫ്റ്റ് ടേൺ പ്രോഹിബിറ്റഡ്, അതായത് ഇടതുവശത്തേക്ക് തിരിയാൻ പാടില്ല. ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് വണ്ടികൾ പോകാൻ പാടില്ല. ആറാമത്തേത് യു ടേൺ പ്രോഹിബിറ്റഡ്, അതായത് യു ടേൺ അവിടെ എടുക്കാൻ പാടില്ല. ഈ ട്രാഫിക് അടയാളം തിരിച്ചറിയുക. ഇതെന്താണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഉത്തരം കറങ്ങിപ്പോവുക. ഈ ട്രാഫിക് സിഗ്നൽ എന്താണെന്ന് മനസ്സിലായോ? നിർത്താൻ പാടില്ല. 14-ാമത്തത് വലത്തേക്ക് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് പോവുക. 15-ാമത്തത് ഇവിടെ ഹോൺ പാടില്ല. 16-ാമത്തത് പാർക്കിംഗ് നിരോധനം. 17-ാമത്തത് ഇടതുവശത്തേക്ക് റോഡ്. 18-ാമത്തത് സ്കൂളുണ്ട് എന്ന് കാണിക്കുന്ന ട്രാഫിക് അടയാളമാണ്. 19-ാമത്തെ റോഡ് മുറിച്ചു കടക്കാനുള്ള അടയാളമാണ്. 20-ാമത്തെ സീബ്ര ക്രോസിംഗ് ലൈനിൻ്റെയാണ്. സീബ്ര ക്രോസിംഗ് ലൈൻ ഉണ്ട്, ഇത് കൂടെ മുറിച്ചു കടക്കാന്നുള്ള സിമ്പലാണ്. ഈ കാണുന്ന ട്രാഫിക് ലൈറ്റിലെ ഓരോ നിറങ്ങളും എന്താണെന്ന് അറിയാമോ? ആദ്യത്തേത് ചുവപ്പ്, അതായത് റെഡ്, സ്റ്റോപ്പ് അഥവാ നിർത്തുക. രണ്ടാമത്തേത് യെല്ലോ, നിർത്താൻ വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ പതുക്കെ പോകുക. അടുത്തത് പച്ച, മുന്നോട്ട് പോവുക, അതായത് നിങ്ങൾക്ക് സേഫാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പച്ച. വവ്വാൽ വഴി പടരുന്ന രോഗം എന്ത്? ഉത്തരം നിപ്പ. പന്നിപ്പനിക്ക് കാരണമായ വൈറസ്? ഉത്തരം H1N1 ഇൻഫ്ലുവൻസ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണം? ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകൾ. സമ്പൂർണ്ണ ആഹാരത്തിന് ഒരു ഉദാഹരണം പറയാമോ? ഉത്തരം പാൽ. ചിത്രത്തിൽ കാണുന്ന വൈറസ് ഏതാണ്? ഉത്തരം കൊറോണ വൈറസ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ എ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ഉത്തരം വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ജലത്തിൽ ലയിക്കാത്ത വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ഉത്തരം വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ.
ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കാതിരിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം വിറ്റാമിൻ കെ.